Good afternoon to all. Good afternoon, ma'am. Good afternoon. Good afternoon. Okay. Start ചെയ്യാം നമുക്ക്. So let's start with today and signing. Prayer ആവശ്യമില്ല. എന്താണ് പ്രേയർ ഉണ്ടോ ക്ലാസ്സില്? ഇതൊന്നും മിണ്ടാതെ ആരും? ഇന്ന് പ്രയർ പറയാൻ ആരും ഇല്ല. ഞാൻ ജസ്റ്റ് രണ്ടുപേര്, എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല, എന്നാലും രണ്ടുപേര് പാടാം. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ തുറക്കൂ. താങ്ക് യു. Yeah, okay. Then Dr. Today and signing. Signing ഞാനാണ് മാം. Okay. Good afternoon all. Today I am recite a song. Action song. Let's start. തോട്ട് ഞാനാണ് മാം. കാണുന്നില്ല. നസീമ. Okay, start ചെയ്തോളൂ. Okay. Red light, what do you say? I say stop, stop right away. Yellow light, what do you say? I say wait, wait right away. Green light, what do you say? I say go, go right away. Thank you. Okay. Then next പറയൂ. കഴിഞ്ഞോ? ഇതാണെന്ന് മിണ്ടാതെ കഴിഞ്ഞോ? തൊട്ടടെ ഞാനാണ് മാം. നസീമ. ഹലോ നസീമ, കേൾക്കാൻ പറഞ്ഞോളൂ. ഹലോ. ഓക്കെ. Never stop studying because studies are such an investment. Life will keep giving returns. APJ Abdul Kalam. ഓക്കെ. അതുകൊണ്ടാണല്ലോ ഈ പ്രായത്തിലൊക്കെ ഇതിനെ ഇറങ്ങിയത്. നസീമ വോയിസ് ക്ലിയർ അല്ല കേട്ടോ. ഓക്കെ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ എല്ലാം അതായത് പ്രെയർ ആണെങ്കിലും തോട്ടപ്പുരി ആണെങ്കിലും സൈൻ ആണെങ്കിലും ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഞാൻ പറയുന്നത് വെയിറ്റ് ചെയ്യണ്ട. ഞാൻ കയറി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറയുമല്ലോ സ്റ്റാർട്ട് ചെയ്യാം, പ്രെയർ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ പ്രെയർ ചെല്ലാം. അതിനുശേഷം ഞാൻ പറയാൻ വെയിറ്റ് ചെയ്യേണ്ട, അടുത്തത് തോട്ടപ്പുരി ആണെന്ന് പറയാൻ വെയിറ്റ് ചെയ്യേണ്ട. നിങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്തിട്ട് പറയാം തോട്ടപ്പുരി ആണ് മാം, അതൊരു സൈനിലാണെന്ന് പറഞ്ഞ് ഹാൻഡിൽ ചെയ്ത് എല്ലാം കറക്റ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ തീർക്കാം. ഓക്കെ, ഞാനത് ചോദിച്ച് പിടിച്ചൊക്കെ വരുമ്പോഴേക്കും ഒരുപാട് ടൈം എടുക്കില്ലേ? മനസ്സിലായോ? ഓക്കെ. സോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖാണോ? കുറച്ച് നാളായി നമ്മൾ കണ്ടിട്ട്. സുഖാണോ? അതെ, എന്നെ കാണാതെ എന്തായാലും ചോദിച്ചോ? കാണാത്തപ്പോ വിചാരിച്ചു എന്തേലും തിരക്കായിരിക്കും. ഓക്കെ, ഇങ്ങനെ വിചാരിച്ചോണ്ട് ചോദിച്ചില്ല എന്നൊക്കെ അല്ലേ? ഓക്കെ. ക്ലാസ്സിൽ പൊതുവെ എത്രയും സ്റ്റുഡൻസ് ഉണ്ടാവാറുള്ളോ? ഒരു 17 ഒക്കെ 20 താഴെ.
കുറവാണല്ലോ, വളരെയധികം കുറവാണ്. എന്താണ്, നിങ്ങൾക്ക് ടൈം കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണോ? ആണോ? എനിക്ക് ചിലപ്പോ മിക്ക ഒരു സ്കൂളൊക്കെ റെക്കോർഡഡ് തുറക്കുമ്പോ ക്ലാസ് തിരക്കായിരിക്കുള്ളൂ. സ്കൂള് തുറക്കുന്നില്ല. തിരക്കുന്ന ഇതിപ്പോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് മാത്രമായിരുന്നു 30 അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോ തൊട്ട് കൂടുതലും റെക്കോർഡ് ക്ലാസ് കേൾക്കണത്. അല്ലാതെ നിങ്ങൾ ഈ ടൈം നിങ്ങൾക്ക് ഓക്കെ അല്ലേ? കംഫർട്ടബിൾ ആണോ നിങ്ങൾ ഈ ടൈമില്? യെസ് മാം. ഓക്കെ ആണ്. യെസ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? നമ്മൾ എവിടെ വരെ എടുത്തത്? പ്രൊണൗൺ ആണ് അല്ലെ? പ്രൊണൗണില് കോൺവെക്കേഷൻ സെറമണി ഒക്കെ അടിച്ചു പൊളിച്ചെന്നല്ലോ. കോൺവെക്കേഷൻ സെറമണി ഒക്കെ അടിച്ചു പൊളിച്ചെന്നു ഫോട്ടോ കണ്ട് മാമിന്റെ ഒക്കെ. അടിച്ചു പൊളിച്ചു ഞങ്ങള്. ഓക്കെ, നന്നായിരുന്നോ? ഫോട്ടോസ് ഒക്കെ കണ്ടിരുന്നോ? ഫോട്ടോ ആ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഇനി എന്താ, ക്ലാസ്സിലേക്ക് പോവാൻ നിൽക്കുക. പ്രോണോൺ എങ്ങനെയാണ്? ക്ലിയർ ആയോ? എനിക്ക് ഡൗട്ട് ഉണ്ടോ? ആ ചാപ്റ്റർ അന്ന് തീർത്തായിരുന്നു തോന്നുന്നു മിസ്സേ. ആ ചാപ്റ്റർ അത് കഴിഞ്ഞ എക്സാമും കഴിഞ്ഞല്ലോ. കഴിഞ്ഞായിരുന്നു. വന്നിട്ട് അതിന്റെ മോക്ക് ടെസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പ്രോണോൺ, നൗൺ ആൻഡ് പ്രോണോണിന്റെ മോക്ക് ടെസ്റ്റ് വന്നു. ആ, എങ്ങനെയുണ്ടായിരുന്നു? മാർക്കുണ്ടായിരുന്നു. സെറ്റാണ്, ഓക്കെ ആണ്. എങ്ങനെയാണ് മോക്ക് ടെസ്റ്റ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലായപ്പോ? യെസ്. അപ്പൊ ഇനി പ്രത്യേകിച്ച് ഡൗട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ? നൗൺ പ്രോണോണിനെ ബേസ് ചെയ്തിട്ട് ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ. ഓക്കെ, then coming on the next chapter, unit 3, the verb system in English. Okay, notebook എടുക്കട്ടോ. verb എന്ന് ഹെഡിങ് കൊടുക്കുക. ജസ്റ്റ് ഹെഡിങ് കൊടുക്കുക, verb. വെയിറ്റ് ചെയ്യാ, ഞാൻ നോട്ട് ഒന്ന് എടുത്തിട്ടോ. Just wait seconds. ഓക്കെ, ഹെഡിങ് കൊടുക്കാം. നോട്ട്ബുക്ക് ഇനി നോട്ട് ഏതിലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ എന്റെ ഈ നോട്ട് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ വെർബ് എന്താണ്? പറയൂ, വാട്ട് ഈസ് വെർബ്? മലയാളത്തിൽ എന്താ മീനിങ്? എന്താ വെർബ്? പ്രവൃത്തിയല്ലേ? പ്രവൃത്തി. നമ്മൾ ചെയ്യുന്ന എന്തൊരു പ്രവൃത്തിയും എന്താണ് വെർബായിട്ട് പറയാം. നമ്മുടെ ഫിസിക്കലി ചെയ്യുന്ന എല്ലാ ആക്ഷൻസിനെയും നമ്മൾ വെർബ് ആണെന്ന് പറയാം. ഫിസിക്കലി ആണെങ്കിൽ പോലും ഫിസിക്കലി ചെയ്യുന്ന ആക്ഷനും വെർബ് പറയാം. അല്ലാതെ നോൺ ഫിസിക്കലി ചെയ്യുന്ന ആക്ഷൻസ് ആണെങ്കിൽ വെർബ് എന്ന് പറയാൻ പറ്റും.
ഓക്കെ, അപ്പൊ വെർബിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ആക്ഷൻ വേർബ് ആൻഡ് സ്റ്റേറ്റ് വേർബ്. ഓക്കെ, ആക്ഷൻ വേർബ് ആൻഡ് സ്റ്റേറ്റ് വേർബ് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ നോക്കൂ കേട്ടോ. മെയിൻ വേർബ് ആൻഡ് ഇറഗുലർ വേർബ്. ഓക്കെ, ഇത് ഞാൻ കറക്റ്റ് ചെയ്ത് പറഞ്ഞുതരാം. മെയിൻ വേർബ് ആൻഡ് ഇറഗുലർ ഞാൻ പറയാം കേട്ടോ. അപ്പോ ആക്ഷൻ വേർബ്, സ്റ്റേറ്റ് വേർബ്. എന്താണ് ആക്ഷൻ വേർബ്? എന്താണ് നമ്മൾ ഫിസിക്കലി ചെയ്യുന്ന എല്ലാ ആക്ഷൻസും എന്താണ് ആക്ഷൻ വേർബിൽ പെടുന്നതാണ്. ഓക്കെ, ഓടുക, ചാടുക, ഡ്രോയിങ് ചെയ്യുക, അല്ലെ, ഇതെല്ലാം എന്താണ് ഫിസിക്കലി ആക്ഷൻ ആണ് അല്ലെ. അപ്പൊ ഇതെന്താണ് ആക്ഷൻ വേർബ് ആണ് അല്ലെ. കഴിക്കുക, ജംപ്, റൺ, ഡാൻസ്, ഡ്രൈവ്, റൈറ്റ്, ഇതെല്ലാം എന്താണ് ആക്ഷൻ വേർബിൽ പെടുന്നതാണ്. The verb is a word that indicates a physical action is a action verb. Okay, അപ്പൊ ആക്ഷൻ വേർബ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരുപാട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ടതായിട്ട് ഒരു ആവശ്യമില്ല. ഓക്കെ, ദെൻ സ്റ്റേറ്റ് വേർബ് ആണ്. നമ്മൾ ഫിസിക്കലി ഒരു ഇമോഷൻ ആണെന്ന് പറയാം, നമ്മുടെ ഫീലിംഗ്സ് ആണെന്ന് പറയാം, ഇതെല്ലാം സ്റ്റേറ്റ് വേർബ് ആണ്. ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് മനസ്സിലാക്കാം. ഐ ഫീൽ ഹംഗ്രി, എനിക്ക് വിശക്കുന്നു, ഐ ഫീൽ സ്റ്റാർവിംഗ്, ഐ ആം സ്റ്റാർവിംഗ്. വിശക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഒരു ഇമോഷൻ ആണ്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. അത് അവിടെ ഒരു ഫിസിക്കൽ ആക്ഷനോ ഒന്നും തന്നെ ഇല്ല, പക്ഷെ അത് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ എന്താണ് അത്? ഒരു സ്റ്റേറ്റ് വേർബ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോ ഐ എം എ സ്റ്റുഡന്റ് എന്ന് പറയുന്നതും എന്താണ്? ഒരു സ്റ്റേറ്റ് വേർബ് ആണ് അല്ലെ, സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് മനസ്സിലാക്കുക. സ്റ്റേറ്റ് വേർബ് മീൻസ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയാം. ഹി നോസ് ആൻസർ, ഹി നോസ് ആൻസർ, അവന് ആൻസർ അറിയാം. അറിയാം എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് വേർബ് ആണ്. മനസ്സിലായോ? ആക്ഷൻസ് ഒന്നും നടക്കുന്നില്ല, ഫിസിക്കലി ആയിട്ടുള്ള ആക്ഷൻസ് ഒന്നും നടക്കുന്നില്ല, പക്ഷെ അതെന്താണ്? സ്റ്റേറ്റ്മെന്റ് ആണ്. സോ വി കോൾഡ് സ്റ്റേറ്റ് വേർബ്. ഓക്കെ, ഐ ഡോണ്ട് ബിലീവ് യു, ബിലീവ് വിശ്വസിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഫിസിക്കലി ഉള്ള ആക്ഷൻ ആണോ? ആണോ? അല്ല അല്ലെ, ആണോ? അല്ല. അപ്പൊ അതെന്താണ്? സ്റ്റേറ്റ് വേർബ് ആണ്. അപ്പൊ ആക്ഷൻ വേർബും സ്റ്റേറ്റ് വേർബും ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ് കേട്ടോ. അതൊക്കെ എക്സാം വൈസ് ഒന്നും ഈ വേർബിനെ കുറിച്ചൊന്നും ഇല്ല, മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണേ. ആക്ഷൻ വേർബും സ്റ്റേറ്റ് വേർബും വേർബ് എടുത്തത് കൊണ്ട് ഞാൻ അതൊന്ന് പറഞ്ഞു എന്ന് മാത്രം. മനസ്സിലാക്കുക. നമ്മൾ ഓരോ എന്തായാലും നമ്മള് ഗ്രാമർ പഠിക്കുകയാണ്, എ ടു സെറ്റ് അല്ലെ, എ തുടങ്ങി സെറ്റ് വരെയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ എല്ലാം അറിഞ്ഞിരിക്കുക, മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, എക്സാമിന് വേണ്ടി മാത്രം പഠിക്കരുത്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞ കാര്യമാണ്, എക്സാമിന് വേണ്ടി മാത്രം പഠിക്കരുത്. അപ്പൊ ഇനി പെട്ടെന്ന് ആരെങ്കിലും ഒരു സ്റ്റേറ്റ് വേർബ് എന്താണെന്ന് ചോദിച്ചാൽ അയ്യോ എനിക്കറിയില്ല, അതിന്റെ മിസ് പഠിപ്പിച്ചിട്ടില്ലല്ലോ എന്ന് വരും. ഓക്കെ, സോ എന്തായാലും വെറും പഠിക്കുകയാണ്, അപ്പൊ എല്ലാം പഠിക്കാം. അപ്പൊ ആക്ഷൻ വേർബ് എന്താണ്, സ്റ്റേറ്റ് വേർബ് എന്താണെന്ന് ക്ലിയർ ആയി. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളെ ടെക്സ്റ്റിൽ പറയുന്ന ആക്ഷൻ വേർബും സ്റ്റേറ്റ് വേർബും ഇതിൽ കാണാത്തത്. ഇതിൽ തന്നെ ഇനി റെഗുലർ വേർബ് ആൻഡ് ഇറഗുലർ വേർബ് കണ്ടോ? ഇവിടെ ഈ സൈഡ് നോക്കിയാൽ മതി കേട്ടോ, ഈ സൈഡ് നോക്കണ്ട. ഈ സൈഡ് ഞാനിപ്പോ ഒന്നും എടുക്കുന്നില്ല, പിന്നെ എടുക്കുള്ളൂ. സോ ഈ സൈഡ് മാത്രമേ നമ്മൾ കംപ്ലീറ്റ് ആകുന്നുള്ളൂ ഇപ്പൊ. ഓക്കെ, റെഗുലർ വേർബ്, ഇറഗുലർ വേർബ്, ട്രാൻസിറ്റീവ് വേർബ്, ഇൻട്രാൻസിറ്റീവ് വേർബ്, ഇത്രയും പോർഷൻ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഈ പോർഷൻ എടുക്കുന്നില്ല. ഈ പോർഷൻ നമ്മള് ടെൻസസ് ഒക്കെ പറഞ്ഞതിന് ശേഷം മാത്രമാണ് എടുക്കുക കേട്ടോ. ടെൻസ് പറയുന്ന സമയത്ത് ഞാൻ എടുക്കുന്നുണ്ട്, അപ്പൊ ആ ടൈമിൽ മാത്രമാണ് ഞാൻ പറയുള്ളൂ. ഇപ്പൊ പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകുകയുള്ളൂ, പെട്ടെന്ന് മനസ്സിലാവാൻ ചാൻസ് വളരെ കുറവാണേ. അതുകൊണ്ട് ഈ പോർഷൻ ആണ് എടുക്കുക. ഈ പോർഷനെ ബേസ് ചെയ്തായിരിക്കും മോക്ക് ടെസ്റ്റിൽ വരാം. ഓക്കെ, അപ്പൊ ട്രാൻസിറ്റീവ് വേർബ് എന്താണ്? A transitive verb that requires a direct object to complete its meaning in sentence. അതായത് ഒരു സെന്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ ആ സെന്റൻസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ എന്താണ്? ഒബ്ജക്റ്റിന്റെ സഹായം ആവശ്യമാണ്. അങ്ങനെയുള്ള സെന്റൻസ് വന്നിട്ടുണ്ടെങ്കിൽ ആ സെന്റൻസിന് നമ്മൾ ട്രാൻസിറ്റീവ് വേർബ് എന്നാ പറയാം. അതായത് ഐ ഓപ്പൺഡ് ദ ഡോർ, ഐ ഓപ്പൺഡ് ദ ഡോർ എന്ന് പറയുന്ന സെന്റൻസിൽ ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ ആ സെന്റൻസ് കംപ്ലീറ്റ് ആകോ? ഐ ഓപ്പൺ എന്ന് പറഞ്ഞ സെന്റൻസ് ഇല്ല. ഇല്ല. അപ്പോ ഒബ്ജക്റ്റിന്റെ സഹായത്തോടെ സെന്റൻസ് കംപ്ലീറ്റ് ആവുന്നുണ്ടെങ്കിൽ ആ വെർബിനെ നമ്മൾ ട്രാൻസിറ്റീവ് വേർബ് എന്നാ പറയാം. അപ്പൊ ഐ ഓപ്പൺഡ് ദ ജാർ, ഐ ഓപ്പൺഡ് ദ ഡോർ എന്ന് പറയുന്ന സെന്റൻസിൽ ഏതാണ് ട്രാൻസിറ്റീവ് വേർബ്? ഓപ്പൺഡ്. ഓപ്പൺഡ് ആണ് ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഷി സെൻഡ് എ ലെറ്റർ, ഷി സെൻഡ് എ ലെറ്റർ. അവിടെ ആ ലെറ്റർ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ സെന്റൻസ് കംപ്ലീറ്റ് ആകുമോ? ഒരിക്കലും ഇല്ല അല്ലെ.
ആ ഒബ്ജക്റ്റിന്റെ സഹായത്തോടെ സെന്റൻസ് കംപ്ലീറ്റ് ആകുന്നുണ്ടെങ്കിൽ ആ വെർബിനെ നമ്മൾ ട്രാൻസിറ്റീവ് വേർബ് എന്നാ പറയാം. ഓക്കെ, ഓക്കെ. മനസ്സിലാവുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിലാണെങ്കിൽ പോലും നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ട്രാൻസിറ്റീവ് വേർബ് എന്ന് എഴുതി കൊടുത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നോട്ട് ചെയ്തിക്കോളൂ. അതായത് ഒബ്ജക്റ്റിന്റെ സഹായത്തോടെ സെന്റൻസ് കംപ്ലീറ്റ് ആകുന്നുണ്ടെങ്കിൽ ആ അവിടെയുള്ള ആ വേർബിനെ അല്ലെ കംപ്ലീറ്റ് ആകുന്ന ആ വേർബിനെ നമ്മൾ ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയും. ആ സെന്റൻസിൽ ആ വെർബിനെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയാം കേട്ടോ. ഒബ്ജക്റ്റിന്റെ സഹായത്തോടു കൂടി കംപ്ലീറ്റ് ആകുന്ന സെന്റൻസിലെ വേർബിനെ നമ്മൾ ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുന്നു. He bought a car. He bought അവൻ വാങ്ങി. അവൻ എന്ത് വാങ്ങി അല്ലെ? എന്ത് ചോദ്യം വരും? കാരണം സെന്റൻസ് കംപ്ലീറ്റ് അല്ല. ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആണ്. പിന്നെ ഒരു മറുചോദ്യം വരുന്നില്ല. He bought a car. അവന് കാർ വാങ്ങി എന്ന് പറയുമ്പോൾ ഓക്കെ ആണ്, ക്ലിയർ ആണ്. അതേസമയം he bought എന്ന് പറഞ്ഞാൽ എന്ത്? What he bought എന്ന് ചോദിക്കാം. കംപ്ലീറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ആ ചോദ്യം വരുന്നത് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സെന്റൻസിലെ ആ വെർബിനെ നമ്മൾ ട്രാൻസിറ്റീവ് വേർബ് എന്താ പറയും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഇൻട്രാൻസിറ്റീവ് വേർബ് എന്തായിരിക്കും? അപ്പൊ നേരെ ഓപ്പോസിറ്റ് ആണ്. ഒബ്ജക്റ്റിന്റെ സഹായം ഇല്ലാതെ തന്നെ ആ സെന്റൻസ് കംപ്ലീറ്റ് ആകും. അപ്പൊ ആ വെർബിനെ നമ്മൾ ഇൻട്രാൻസിറ്റീവ് വേർബ് എന്നാ പറയാം. Intransitive verbs cannot have a direct object to complete their meaning. Okay, സെന്റൻസില് ഒബ്ജക്റ്റിന്റെ സഹായം ആവശ്യമില്ല സെന്റൻസ് കംപ്ലീറ്റ് ആവാനായിട്ട്. We arrived in the afternoon. ഇവിടെ ഒബ്ജക്റ്റ് ഉണ്ടോ? Your dog barks a lot. അവിടെ ഒബ്ജക്റ്റ് ഉണ്ടോ? I was sleeping. ഒബ്ജക്റ്റ് ഉണ്ടോ? His grandmother laughed. ഒബ്ജക്റ്റ് ഇല്ല. പക്ഷെ ഇവിടെ ഏതാണ് വെർബ്? ഏതാണ്? അപ്പൊ ഇൻട്രാൻസിറ്റീവ് വേർബ് ഏതൊക്കെയാണ് വരാ? We arrived in the afternoon എന്ന് പറഞ്ഞ സെന്റൻസിലെ ഇൻട്രാൻസിറ്റീവ് വേർബ് ഏതാണ്? സെന്റൻസിലെ വെർബിനെയാണ് നമ്മൾ നോക്കുക. ഇൻട്രാൻസിറ്റീവ് വെർബാണ്. ഒബ്ജക്റ്റ് വേണ്ട. ഒബ്ജക്റ്റിന്റെ സഹായം ഇല്ലാതെ തന്നെ അത് പറയുന്ന എല്ലാ സെന്റൻസും എന്താണ്? കംപ്ലീറ്റഡ് ആണ് അല്ലേ? ഇത്രയും പഠിക്കാട്ടോ. ഒബ്ജക്റ്റിന്റെ സഹായത്തോടെ കംപ്ലീറ്റ് ആകുന്ന സെന്റൻസിലെ വെർബിനെ ട്രാൻസിറ്റീവ് വെർബ് എന്നും ഒബ്ജക്റ്റിന്റെ സഹായമില്ലാതെ കംപ്ലീറ്റ് ആകുന്ന സെന്റൻസിലെ വെർബിനെ ഇൻട്രാൻസിറ്റീവ് വെർബ് എന്നും പറയുന്നു. ഓക്കെ, രണ്ടും ഇത്രയേ ഉള്ളൂ. ഒരുപാട് ചിന്തിച്ച് തലകൊണ്ടാക്കേണ്ട ആവശ്യമില്ല. ഡോണ്ട് ടാക്സ് യുവർ ബ്രെയിൻ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ. പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. Then regular and irregular verb. ഇപ്പൊ അടുത്ത പോർഷൻ അതാണ് കേട്ടോ ഇതില്. ഓക്കെ, റെഗുലർ ട്രാൻസിറ്റീവ് ആൻഡ് ട്രാൻസിറ്റീവ് വേർബ് നമ്മൾ പറഞ്ഞു. റെഗുലർ ആൻഡ് ഇറഗുലർ വേർബ് ആണ്. റെഗുലർ ആയിട്ട് പോകുന്ന വെർബിനെ റെഗുലർ വേർബ് എന്ന് പറയും. അതായത് പ്ലേ, പ്ലേഡ്, പ്ലേഡ് രണ്ട് പ്ലേ എന്ന് പറയുന്നത് V1 ഫോം ആണ് അല്ലെ? വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ്. V1, V2, V3 അല്ലെ? 3 ഫോംസ് ഉണ്ട് അല്ലെ? V1, V2, V3. അപ്പൊ ഈ V2, V3 സെയിം ആണെങ്കിൽ അത് റെഗുലർ വേർബ് ആണ്. പ്ലേ, പ്ലേഡ്, പ്ലേഡ്. വാക്ക്, വാക്ക്ഡ്, വാക്ക്ഡ്. then jump, jumped, jumped അല്ലെ? ഇതൊക്കെ എന്താണ്? റെഗുലർ ആയിട്ട് പോകുന്നതാണ്. ഒരേപോലെ പോകുന്ന വേർബുകളാണ് അല്ലെ? വാച്ച്, വാച്ച്ഡ്, വാച്ച്ഡ്. പുൾ, പുൾഡ്, പുൾഡ്. പുഷ്, പുഷ്ഡ്, പുഷ്ഡ്. രണ്ടും ഒന്ന് തന്നെയല്ലേ? ഈ V2 V3 സെയിം അല്ലേ? V2 V3 സെയിം ആയിട്ട് വരുന്ന എല്ലാ വെർബിനെയും നമ്മൾ റെഗുലർ വെർബ് എന്നാ പറയാം. മനസ്സിലായോ? യെസ്. അപ്പോ V2 V3 സെയിം അല്ലാത്ത വെർബിന് എന്ത് പറയും നമ്മള്? ഇറഗുലർ. ഇറഗുലർ. ഫോർ എക്സാമ്പിൾ പറഞ്ഞേ. ഇറഗുലർ വെർബിന് ഒരു എക്സാമ്പിൾ പറഞ്ഞ എല്ലാവരും ഒരു എക്സാമ്പിൾ പറഞ്ഞേ. Go, went, gone. Yes. Next. Eat, ate. Eating ആണോ? Yeah. Eat, ate, eaten. Yeah. Eaten. Okay.
ഓക്കെ, അപ്പൊ അതാണ് ഇറഗുലർ വേർബ് കേട്ടോ. ഇതൊക്കെയാണ് ഇറഗുലർ വേർബ്. റൈറ്റ്, റോഡ്, റിട്ടേൺ, ബ്രിങ്, ബ്രാങ്, ഡ്രങ്ക്, ഗോ, വെന്റ്, ഗോൺ, ഗെറ്റ്, ഗോട്ടൺ ആണ് തെറ്റാണ് കേട്ടത്. ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ, come, came, come, drive, drove, driven, give, gave, given, draw, drew, drawn, choose, chose, chosen, eat, ate, eaten, know, known, see, saw, seen, sing, sang, sung, meet, met, met, run, ran, run, take, to, taken, teach, taught, taught. Okay? അപ്പോ V1 ഉം V2 ഉം V3 സെയിം ആയതിന് എന്താ പറയാ? അതൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ആകെ ഇറഗുലർ ആൻഡ് ഇറഗുലർ വേർബ് രണ്ടേ ഉള്ളൂ. അപ്പൊ ഏതൊക്കെയാണെന്ന് പഠിക്കുക നിങ്ങൾക്ക്. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. വെർബിനെ കുറിച്ച് എനിക്ക് ഈ ചാപ്റ്ററിൽ ഇത്രയും പറയാനുള്ളൂ. കാരണം ഒരുപാട് ഞാൻ പറയുന്നില്ല. ബാക്കി പോർഷൻ എടുത്തു കഴിഞ്ഞാല് നമുക്ക് ടെൻസ് എടുത്താലും മാത്രമേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പൊ ഇത്രയും ഭാഗം മാത്രം പഠിക്കാം. ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇതിന് മോക്ക് ടെസ്റ്റ് വരാം ഇപ്പൊ നിലവില്. ഓക്കെ, എക്സാമിനാണെങ്കിൽ നമുക്ക് ടെൻസ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് പിന്നീട് വരുന്നുണ്ട്. അതായത് ആം, ഈസ്, ആർ പറയണം, ഡു, ഡസ് പറയണം, ഹാസ്, ഹാവ് ഒക്കെ പറയണ്ടേ. അപ്പൊ ടെൻസ് എടുക്കുമ്പോൾ ഞാൻ അതൊക്കെ എടുക്കുന്നുണ്ട്. ആ ടൈമില് ഈ ചാപ്റ്ററുടെ ആ പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ആക്കും. ഓക്കെ, അപ്പൊ ഇത്രയും മാത്രമേ നമ്മൾ ഈ വെർബിന് എടുക്കുന്നുള്ളൂ കേട്ടോ. അത് മാത്രമല്ല നമ്മൾ ഈ നോട്ട് ഞാൻ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് വെർബില് ഈ 3 ഫോംസും അറിയാമോ? ആർക്കെങ്കിലും അറിയോ? ഈ പറയുന്ന ഈ 3 ഫോംസിൽ റെഗുലർ ആൻഡ് ഇറഗുലർ വേർബ് എല്ലാവർക്കും കൺഫ്യൂഷൻ ആയ കുറച്ച് കാര്യങ്ങളാണ്. അത് നമ്മൾ പഠിക്കാത്ത കുറച്ച് ഒരു പോർഷനും കൂടിയാണ്. അറിയോ നിങ്ങൾക്ക്? അറിയില്ലെങ്കിൽ ഞാൻ നോട്ട്സ് തരാം. റെഗുലർ വേർബിനെ കുറിച്ചും ഇറഗുലർ വേർബിന്റെയും ഒരു അത്യാവശ്യം ഒരുപാട് വേർഡ്സ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ആണോ? നോട്ട് എഴുതിയെടുക്കേണ്ടി വരും കേട്ടോ. എന്നാലും അപ്ലോഡ് ചെയ്യില്ല, എഴുതിയെടുക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു 2 വെർബും ഞാൻ കംപ്ലീറ്റ് ചെയ്ത് തരാം. ഐ തിങ്ക് ഒരു 300 ഉണ്ടാവാം, അത്രയും വേർഡ്സ് ഉണ്ടാകാം. എഴുതണമല്ലോ എന്ന് വിചാരിച്ച് മടി പറയണ്ട, എഴുതുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പൊ നമ്മൾ ഒരുപാട് സെൻസ് വർക്ക് ചെയ്യുന്നുണ്ട് ആ ടൈം. ഓക്കെ, ഓക്കെ ആണോ? കുറച്ച് നോട്ട്സ് ചെയ്താൽ എഴുതിയാലോ? എഴുതാം. ഓക്കെ, അപ്പൊ വെർബ് ഇത്രയേ ഉള്ളൂ, ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു ടെൻസ് എടുത്താലേ ബാക്കി എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ നിലവില് ഇന്ന് ഞാൻ എടുത്ത ഇത്രയും ഭാഗങ്ങൾ വെച്ചിട്ട് നാളെ നിങ്ങൾക്ക് ഒരു മോക്ക് ടെസ്റ്റ് ഇടട്ടെ? വേണോ? ഓക്കെ, ഇനി കുറച്ച് നോട്ട്സ് എഴുതാം. വെർബിനെ ബേസ് ചെയ്തിട്ടുള്ള റെഗുലർ വേർബിനും ഇറഗുലർ വേർബിനുള്ള കുറച്ച് നോട്ട്സ് എഴുതിയാൽ അത് ഏകദേശം കംപ്ലീറ്റ് ആക്കാം. അപ്പൊ നോട്ട്ബുക്ക് എടുക്കട്ടോ. ഞാനും എന്റെ പോയി നോട്ട് എടുത്തിട്ട് വരട്ടെ.
ഓക്കെ, രണ്ട് വെർബ് വേണമല്ലോ, റെഗുലറും ആൻഡ് ഇറഗുലറും രണ്ടും വേണ്ടേ? അറിയൂ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് റെഗുലർ ഏതാട്ടോ എഴുതിക്കോളൂ. ഞാൻ പറയുമ്പോ അതായത് കാണുന്ന 3 ടേബിൾ പോലെ എഴുതാം. അതായത് ഫസ്റ്റ് V1, V2, V3. ഈ V1 കഴിഞ്ഞിട്ട് കുറച്ച് സ്പേസ് വിടാം. നമുക്ക് മീനിങ് എഴുതട്ടെ അല്ലെ, എല്ലാ വേർഡിന്റെയും മീനിങ് അറിയണ്ടേ. അപ്പൊ ആ മീനിങ് എഴുതാനുള്ള കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷം V2, V3 എഴുതാം. ഓക്കെ, ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? 3 ടേബിൾ, അതായത് 4 ടേബിൾ ആക്കാം. മീനിങ് എഴുതാനും കൂടെ ടേബിൾ വിടാം. ഓക്കെ, യെസ്. ഞാൻ പറയുമ്പോ ഇപ്പൊ ഞാൻ ഫസ്റ്റ് വേർഡ് ഏതാ? അബ്സോർബ്. അബ്സോർബ്ഡ് തന്നെയാണ്. രണ്ടും V2 ഉം V3 സെയിം ആയത് കൊണ്ട് ഞാൻ ഒരെണ്ണം മാത്രമേ ടൈപ്പ് ചെയ്യുന്നുള്ളൂ കേട്ടോ. നിങ്ങൾ V2 ഉം V3 ഉം എഴുതണം. ഓക്കെ, ഞാൻ V2 മാത്രമേ ടെക്സ്റ്റ് ചെയ്യുന്നുള്ളൂ. ക്ലിയർ? നിങ്ങൾ എഴുതുമ്പോ അബ്സോർബ്ഡ് എന്ന് എഴുതാം. അബ്സോർബിന് ശേഷം ഒരു സ്പേസ് വിടാം. ഞാൻ പറഞ്ഞ മീനിങ് എഴുതാം. അത് കുറച്ച് സെന്റൻസ് പറഞ്ഞതിന് ശേഷം ഞാൻ മീനിങ് പറയാം കേട്ടോ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നോട്ട് എഴുതാം. മീനിങ് ഞാൻ നോട്ട് എഴുതിയതിനു ശേഷം ഞാൻ പറയാം. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ പറയാം. അബ്സോർബ് വലിച്ചെടുക്കുക, അബ്സോർബ് ചെയ്യുക, വലിച്ചെടുക്കുക. അബ്സോർബ് വലിച്ചെടുക്കുക. അക്സെപ്റ്റ് accepted. accused. നിങ്ങള് ഞാൻ നോട്ടാണ് പറയുന്നതെന്ന് വിചാരിച്ചിട്ട് റെക്കോർഡ് ക്ലാസ് കാണാന്ന് വിചാരിക്കില്ല കേട്ടോ. കാരണം ഞാൻ പറയുന്നത് ചിലപ്പോ സെന്റൻസ്, അതായത് വേർഡ് നിങ്ങൾക്ക് ക്ലിയർ ആവണമെന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ടെക്സ്റ്റ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നോട്ടിൽ എഴുതാൻ പറ്റും. ഞാൻ പറഞ്ഞാണ് തരുന്നതെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ് കേൾക്കുമ്പോൾ കേട്ടോ. അപ്പൊ മാക്സിമം ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് നോട്ട്സ് കംപ്ലീറ്റ് ആക്കാൻ നോക്കാം. അല്ലെങ്കിൽ നിങ്ങളെ ഗ്രൂപ്പിൽ ആരോടെങ്കിലും ചോദിച്ചാൽ അവർ നോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എഴുതാ അക്യൂസ് മീൻസ് കുറ്റപ്പെടുത്തുക. ഏതെങ്കിലും മീനിങ് കിട്ടിയില്ല എങ്കിൽ എന്നോട് ചോദിക്കുക, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ. അഥവാ സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയാം. അബ്സോർബ് വലിച്ചെടുക്കുക, അക്സെപ്റ്റ് അംഗീകരിക്കുക, അക്യൂസ് കുറ്റപ്പെടുത്തുക, അച്ചീവ് നേടുക. നിങ്ങൾക്ക് അറിയാവുന്ന വേർഡ് ഉണ്ടാകും, അതിനാൽ നിങ്ങൾ എഴുതിയെടുക്കുക കേട്ടോ. ആഡ് മീൻസ് കൂട്ടിച്ചേർക്കുക, ആഡ് ചെയ്യുക, കൂട്ടിച്ചേർക്കുക. അഡ്രസ്ഡ്. നമ്മുടെ അഡ്രസ് എന്ന് പറയുന്നത് മേൽവിലാസം അല്ല കേട്ടോ, അത് നൗൺ ആണ്, ഇത് വെർബാണ്. അഡ്രസ് മീൻസ് സംബോധന ചെയ്യുക എന്നാണ്. അഡ്രസ് സംബോധന ചെയ്യുക. adjusted. അഡ്ജസ്റ്റ് മീൻസ് അഡ്ജസ്റ്റ് ചെയ്യുക. അതിന് പ്രത്യേകിച്ച് മലയാളം ഞാൻ പറയേണ്ട ആവശ്യമില്ല, അറിയാലോ. അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം നമ്മള് മലയാളികളാണെങ്കിൽ പോലും നമ്മൾക്ക് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് വേർഡ്സ് ഒക്കെയാണ് യൂസ് ചെയ്യാറ്. സോ അതിന്റെ മലയാളം പറയാന്ന് പറയുന്നത് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. ഓക്കെ, സോ അതിലുള്ളവരാണ് ഈ അഡ്ജസ്റ്റ്. നമ്മൾ പൊതുവെ അഡ്ജസ്റ്റ് എന്നൊക്കെയാണ് പറയാ, അതിന് മലയാളം നമ്മൾ ഒരിക്കലും പറയാറില്ല അല്ലെ. സോ അതുകൊണ്ട് എനിക്ക് അതിന് മലയാളം ബുദ്ധിമുട്ടാണ് കിട്ടുന്നത്. മലയാളം കിട്ടിയ പോലെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഡൗട്ടൊക്കെ ആയിട്ട് തോന്നും, ഒരുമാതിരി മലയാളം തോന്നും. അത് ശരിപ്പെടുത്തുക എന്നൊക്കെ പറയും, അങ്ങനെയാണ് നമ്മൾ പറയാറില്ലല്ലോ അല്ലെ. അപ്പൊ അഡ്ജസ്റ്റ് തന്നെയാണേ, അങ്ങനെ വിചാരിക്കും. നെക്സ്റ്റ് അഡ്മയർ. അഡ്മയർ മീൻസ് ആദരിക്കുക. അലൗ മീൻസ് അനുമതി നൽകുക, അലൗ ചെയ്യുക.
അപ്ലൈഡ്. അപ്ലൈ മീൻസ് പ്രയോഗിക്കുക, അപ്ലൈ ചെയ്യുക എന്ന് പറയില്ലേ. അപ്പോയിന്റഡ്, അപ്പോയിന്റ് ചെയ്യുക, നിയമിക്കുക. അപ്രോച്ച്ഡ്. അപ്രൂവ്ഡ്. അപ്രോച്ച് മീൻസ് സമീപിക്കുക, അപ്രോച്ച് ചെയ്യുക, സമീപിക്കുക. അപ്രൂവ് അംഗീകരിക്കുക, അപ്രൂവ് ചെയ്യുക. അറേഞ്ച് ചെയ്യുക, ക്രമീകരിക്കുക. അറേഞ്ച്ഡ്. അറൈവ് മീൻസ് വന്നു ചേരുക. ആസ്ക് അറിയാലോ, ചോദിക്കുക. അറ്റാച്ച് മീൻസ് ഘടിപ്പിക്കുക, അല്ലെ, അറ്റാച്ച് ചെയ്യുക. അറ്റാക്ക് ചെയ്യുക, ആക്രമിക്കുക. അറ്റാക്ക്. അറ്റസ്റ്റ് ചെയ്യുക. അറ്റസ്റ്റ് മീൻസ് സാക്ഷ്യപ്പെടുത്തുക, അറ്റസ്റ്റ് ചെയ്യുക എന്ന് പറയില്ലേ. അട്രാക്ട് മീൻസ് ആകർഷിക്കുക. അവോയ്ഡ് ഒഴിവാക്കുക. ബാർക്ക് കുരയ്ക്കുക. ബെഗ്ഡ് യാചിക്കുക. ബിഹേവ്ഡ് പെരുമാറുക. പെരുമാറുക. ബിലീവ്ഡ് വിശ്വസിക്കുക. ബ്ലെയിം കുറ്റപ്പെടുത്തുക. മിസ് ഒന്നും കൂടെ പറഞ്ഞാൽ മനസ്സിലായില്ല. ബ്ലെയിം കുറ്റപ്പെടുത്തുക. ബ്രേക്ക് ശ്വസിക്കുക. ബ്രീത്ത് ചെയ്യുക, അല്ലെ, ശ്വസിക്കുക. ബിൽറ്റ് ആണേ. ബിൽറ്റ് നിർമ്മിക്കുക. നിർമ്മിക്കുക. കെയർ പരിചരിക്കുക. കെയർ ക്യാരി ചെയ്യുക. ക്യാരിഡ്. ഓക്കെ, കംപ്ലീറ്റ് ആയോ? യെസ്. ഇപ്പോ ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മീനിങ് ആണെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാം കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? നോട്ട് കംപ്ലീറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എഴുതിക്കോളൂ. കണ്ടിന്യൂ ചെയ്യാം നമുക്ക്. പാർട്ട് അതൊക്കെ ഇതിലല്ലേ? പാർട്ടഡ്
എന്താണ് പാർട്ട് പാർട്ട്? പാർട്ട് പാർട്ട് പിന്നെ റോൾഡ് ഒക്കെ വരത്തില്ല. സോർട്ടഡ്. അതെ, ഞാൻ ഈ ആൽഫബറ്റ് ആ ഓർഡറിലാണ് പോകുന്നത് കേട്ടോ, അതുകൊണ്ടാണ്. നെക്സ്റ്റ് ഇതാ ചെക്ക്ഡ്. ചെക്ക് മീൻസ് പരിശോധിക്കുക. ക്ലിയർ മീൻസ് തെളിയിക്കുക. തെളിയുക. ക്ലിയർ. ക്ലൈംഡ് പിടിച്ചു കയറുക. ക്ലൈംബ് ചെയ്യുക, പിടിച്ചു കയറുക. ക്ലോസ്ഡ് ക്ലോസ് ചെയ്യുക, അറിയാലോ, ക്ലോസ് ചെയ്യുക. കളക്റ്റഡ് ശേഖരിക്കുക. കമ്പയർ മീൻസ് താരതമ്യപ്പെടുത്തുക. കൺസിഡർ മീൻസ് പരിഗണിക്കുക. കൺസ്ട്രക്റ്റഡ് നിർമ്മിക്കുക. കണ്ടിന്യൂഡ് തുടരുക. കൺവേഴ്സ്ഡ് നേർ വിപരീതമായ. നേർ വിപരീതമായ. കുക്ക്ഡ് കുക്ക് എന്താണെന്നറിയാലോ? cooperated. covered. Cooperate means സഹകരിക്കുക. കവർ ആവരണം ചെയ്യുക. covered ആവരണം ചെയ്യുക. cried. cultivated. കൾട്ടിവേറ്റ് കൃഷി ചെയ്യുക കേട്ടോ. കൃഷി ചെയ്യുക. ഡിസൈഡ് തീരുമാനിക്കുക. ഡിസൈഡഡ്. ഡിക്ലെയർ പരസ്യമാക്കുക. ഡിക്ലെയർ ചെയ്യുക അല്ലെ, റിവീൽ ചെയ്യുക എന്നൊക്കെ പറയുന്നത്. ഡിക്ലെയർഡ്. decreased. defeated. decrease means കുറയ്ക്കുക എന്ന് പറയും. കുറയുക. defeat പരാജയപ്പെടുത്തുക. delivered എത്തിച്ചു കൊടുക്കുക. ഡെലിവറി ചെയ്യുക അല്ലെ, delivered. denied. deny means നിഷേധിക്കുക.
ഡിസേർവ് ഡിസേർവ്ഡ് അർഹിക്കുക, ഡിസേർവ് ചെയ്യുക അർഹിക്കുക. ഡിസഗ്രീ ഡിസഗ്രീഡ് വിസമ്മതിക്കുക, ഡിസഗ്രീ ചെയ്യുക വിസമ്മതിക്കുക. ഡിസപ്പിയർ ഡിസപ്പിയർഡ് ഡിസപ്പിയർ മീൻസ് അദൃശ്യമാവുക. ഡിസ്കസ് ഡിസ്കസ്ഡ് ഡിസ്ട്രിബ്യൂട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക പറയില്ല, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക പങ്കിടുക എന്നൊക്കെ പറയില്ല. ഡിസേർവ് ഡിസേർവ്ഡ് ഡിവൈഡ് ഡിവൈഡഡ് ഡു ഡിഡ് ഡൺ ഡു മീൻസ് ചെയ്യുക. ഡൗട്ട് ഡൗട്ടഡ് സംശയിക്കുക. ഓക്കെ, സോ നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഇത്രയും എഴുതാം. അത്യാവശ്യം നമ്മൾ കുറച്ച് എഴുതിയില്ലെന്ന് അല്ലെ, ഒരുപാട് എഴുതിയാലോ. ഇനി നിങ്ങൾ എല്ലാവരും ഇത് വായിക്കാം കേട്ടോ. ഇപ്പൊ തന്നിരിക്കുന്നല്ല, ഇന്ന് നമ്മൾ ക്ലാസ്സിൽ എടുത്ത ഞാൻ എന്തൊക്കെയാണോ ഇന്ന് എടുത്തത് അതൊന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ആരാന്ന് പറയാ എന്താണ് ഇത് ഏത് പോർഷൻ എടുത്തത്? വെർബാണ്, വെർബിനെ കുറിച്ചാണ്. അപ്പൊ പറയൂ, എന്താണോ മനസ്സിലായത് എന്ന് പറയൂ എല്ലാവരും. പറയട്ടെ. പറയൂ. വെബിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പം രണ്ടായിട്ട് വെബിനെ തരംതിരിച്ചു, ആക്ഷൻ വെർബ് എന്നും സ്റ്റേറ്റ് വെർബ് എന്നും. ആക്ഷൻ വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കലി ചെയ്യുന്ന എല്ലാ ആക്ഷനും ആക്ഷൻ വെർബാണ്, ഇപ്പൊ ഈറ്റ് റണ്ണ് അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ സ്റ്റേറ്റ് വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് വെർബ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നതൊക്കെ. ഐ ഫീൽ ഹാപ്പി ടുഡേ, ഐ ആം എ സ്റ്റുഡൻറ്, അങ്ങനെയുള്ളതൊക്കെ സ്റ്റേറ്റ് വെർബ്. പിന്നെ ട്രാൻസിറ്റീവ് വെർബും ഇൻട്രാൻസിറ്റീവ് വെർബും പറഞ്ഞു. ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന്റെ സഹായത്തോടെ വെർബ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ട്രാൻസിറ്റീവ് വെർബ്. ഹി ബോട്ട് എ കാർ എക്സാമ്പിള്, ഷീ സെൻഡ് എ ലെറ്റർ. പിന്നെ ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിന്റെ ഹെൽപ്പ് ഇല്ലാതെ കംപ്ലീറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഐ വാസ് സ്ലീപ്പിംഗ്. പിന്നെ റെഗുലർ വെർബും ഇറഗുലർ വെർബും. റെഗുലർ വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V2 V3 സെയിം ആയി വരുന്നത്. എക്സാമ്പിൾ പ്ലേ, പ്ലേഡ്, പ്ലേഡ്. പിന്നെ പുൾ, പുൾഡ്, പുൾഡ്. പിന്നെ ഇറഗുലർ എന്ന് പറയുമ്പോൾ V2 V3 സെയിം അല്ലെങ്കിൽ സെയിം അല്ലാതെ വരുന്നത് ഇറഗുലർ. അതായത് ഗോ, വെന്റ്, ഗോൺ, കം, കെയിം, കം, അങ്ങനെയുള്ളത്. ഇത്രയല്ലായിരുന്നു പറഞ്ഞു തന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ആരാ പറയാം? എല്ലാരും പറയൂ കേട്ടോ, എല്ലാരും പറയണം. ആരും പറയുന്നില്ല, പറയൂ. അമ്പിളി പറയൂ. മേഡം, ഞാന് ക്ലാസ്സിൽ ഇപ്പോ മേഡം ഇത് എഴുതാൻ പറഞ്ഞപ്പോഴാ കയറിയത്. എഴുതി വെച്ചിട്ടുണ്ട് പറഞ്ഞതൊക്കെ, അത് പറഞ്ഞാൽ മതിയോ? അത് പറയൂ. അബ്സോർബ്, അബ്സോർബ്, അത് പറഞ്ഞാൽ മതിയോ? അത് തൊട്ടിട്ട് അബ്സോർബ്, അബ്സോർബ്, അബ്സോർബ്ഡ്, ആക്സെപ്റ്റ്, ആക്സെപ്റ്റഡ്, അക്യൂസ്, അക്യൂസ്ഡ്, അച്ചീവ്, അച്ചീവ്ഡ്, ആഡ്, ആഡഡ്, അഡ്രസ്, അഡ്രസ്ഡ്.
3 ഈ 3 ഫോം എഴുതണം കേട്ടോ. ഞാൻ 2 പറയുന്നുള്ളൂ, പക്ഷെ നിങ്ങൾ 3 എഴുതണം. ഓക്കെ, അബ്സോർബ്ഡ് അബ്സോർബ്ഡ്, accept accepted accepted, accused 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 എന്ന് പറയണം. ഓക്കെ, ഞാൻ 2 എഴുതിയിട്ടുള്ളൂ. ആഡ് ആഡഡ് ആഡഡ്, 3 എഴുതണം. അഡ്രസ് അഡ്രസ്ഡ് അഡ്രസ്ഡ്, അഡ്ജസ്റ്റ് അഡ്ജസ്റ്റഡ് അഡ്ജസ്റ്റഡ്, അഡ്മയർ അഡ്മയർഡ് അഡ്മയർഡ് എന്നല്ലേ വരിക. എലോ എലൗഡ് അലൗഡ്, അപ്ലൈ അപ്ലൈഡ് അപ്ലൈഡ്, അപ്പോയിന്റ് അപ്പോയിന്റഡ് അപ്പോയിന്റഡ്, അപ്രോച്ച് അപ്രോച്ച്ഡ് അപ്രോച്ച്, അപ്രൂവ് അപ്രൂവ്ഡ് അപ്രൂവ്ഡ്, അറേഞ്ച് അറേഞ്ച്ഡ് അറേഞ്ച്, അറൈവ് അറൈവ്ഡ് അറൈവ്ഡ് തന്നെയാണോ വരിക. ആസ്ക് ആസ്ക്ഡ് ആസ്ക്ഡ്, അറ്റാച്ച് അറ്റാച്ച്ഡ് അറ്റാച്ച്, അറ്റാക്ക് അറ്റാക്ക്ഡ് അറ്റാക്ക്, അറ്റസ്റ്റ് അറ്റസ്റ്റഡ് അറ്റസ്റ്റഡ്, അട്രാക്ട് അട്രാക്റ്റഡ് അട്രാക്റ്റഡ്, അവോയ്ഡ് അവോയ്ഡഡ് അവോയ്ഡഡ്, ബാർക്ക് ബാർക്ക്ഡ് ബാർക്ക്ഡ്, ബെഗ് ബെഗ്ഡ് ബെഗ്ഡ്, behave behaved behaved, believe believed believed, blame blamed blamed, breathe breathed breathed, build built build built built, care cared cared, carry carried carried, check checked checked, clear cleared cleared, climb climbed climbed, close closed closed, collect collected collected, compare compared compared, consider considered considered, construct constructed constructed, continue continue continued continued continued, cook അതെന്ത് പറഞ്ഞത്, കോക്ക് കുക്ക്ഡ് എന്നല്ലേ പറഞ്ഞത്. കോക്ക് കുക്ക്ഡ് കുക്ക്ഡ്, കോക്കല്ല, ഇത് കുക്കാണ്, കുക്ക്. ഓക്കെ ഓക്കെ, കുക്ക് 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 കുക്ക്ഡ് കുക്ക്, കോഓപ്പറേറ്റീവ് കോഓപ്പറേറ്റീവ് കോഓപ്പറേറ്റീവ്, കവർ കവേർഡ് കവേർഡ്, ക്രൈ ക്രൈഡ് കോഓപ്പറേറ്റഡ്, ക്രൈ ക്രൈഡ് cried, decide decided decided, declare declared declared, decreases decreases decreases, defeat defeated defeated, deliver delivered delivered, deny denied denied denied, deserve deserved deserved, disagree disagreed disagreed, disappear disappeared disappeared, discuss discussed discussed, distribute distributed distributed, disturb disturbed disturbed, divide divided divided, do did done doubt doubted. ഞാൻ ഇത്ര എഴുതിയിട്ടുള്ളൂ, ഫുൾ ആയിണോന്ന് അറിയില്ല. ഫുള്ളാണ്, കംപ്ലീറ്റ് ആയിട്ട്. ഓക്കെ, നിങ്ങൾ പത്രത്തിന് വായിക്കുമ്പോഴേ മനസ്സിലാവുന്നുള്ളൂ നിങ്ങൾ എങ്ങനെയാണ് കറക്റ്റ് പ്രൊണൗൺസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും മാക്സിമം വായിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ എല്ലാവരും വായിക്കാൻ റെഡി ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് എടുത്ത പോർഷൻസ് എല്ലാം ക്ലിയർ ആണല്ലോ. വെർബിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. വെർബില് ആക്ഷൻ വേർബ്, സ്റ്റേറ്റ് വേർബ് ആൻഡ് റെഗുലർ ഇറഗുലർ, ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നാളെ മോക്ക് ടെസ്റ്റ് ഉണ്ടാകും, അത് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ വെർബ് നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ നമ്മൾ വെർബ് ഇപ്പോ എഴുതിയ നോട്ട്സ് കംപ്ലീറ്റ് ആക്കണം. ഓക്കെ, അപ്പൊ അതിനെ കണ്ടിന്യൂ ചെയ്യും കേട്ടോ. എന്നിട്ട് നിങ്ങൾ എല്ലാവരും വായിക്കാൻ നോക്കുക. കാരണം അമ്പിളി വായിക്കുമ്പോ ചെറിയ ഇതിലൊക്കെ മിസ്റ്റേക്സ് ഉണ്ട്. ഡിക്രീസസ് അല്ല, ഡിക്രീസ്ഡ് ആണ്. അപ്പൊ ചെറിയ അങ്ങനെ കുറച്ച് ചെറിയ നമുക്ക് വായിക്കുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും മാക്സിമം എല്ലാവരും വായിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും വായിക്കാൻ റെഡി ആയിട്ട് വരാം. എല്ലാവരും ക്ലാസ്സിൽ എന്താണ് നമ്മൾ ക്ലാസ്സിൽ എടുത്തത് അതും അതിനെക്കുറിച്ച് പറയാനും നിങ്ങൾ റെഡി ആയിരിക്കണം കേട്ടോ. അല്ലാതെ ഞാൻ ചോദിക്കുമ്പോൾ ആരും മിണ്ടാതിരിക്കരുത്, സംസാരിക്കണം. ഓക്കെ, ക്ലാസ് കംഫർട്ടബിൾ അല്ലേ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ ആണോ നിങ്ങള്? ഓക്കെ ആണ്. പിന്നെ എന്താണ് സംസാരിക്കാത്തേ? പറയൂ. പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല. ഓക്കെയാണ് മാഡം, ഇപ്പോ സൗണ്ട് ക്ലിയർ ആയി. കഴിഞ്ഞ ക്ലാസ്സിലൊന്നും സൗണ്ട് ക്ലിയർ ആയിരുന്നില്ല.
ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ സൈൻ ഔട്ട് പറയൂ. സൈൻ ഔട്ട് ആരാ പറയാ? സൈൻ ഔട്ട് ആരും പറഞ്ഞിട്ടൊന്നുമില്ല. ഞങ്ങള് ഗ്രൂപ്പിൽ ഇങ്ങനെ ചോദിക്കുമ്പോ ആരും വരാറില്ല. ഞങ്ങള് പറഞ്ഞവരധികം പ്രേയർ ഇങ്ങനെ എന്നും ഒരാൾ തന്നെ ചെല്ലണ്ടല്ലോ വിചാരിച്ചിട്ടാണ് പ്രേയറൊന്നും ചെല്ലാതിരുന്നത്. മാറി മാറി ചെല്ലട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പൊ അധികം ഒരുപാട് ആൾക്കാര് ലീവാണ്, വെക്കേഷൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത്. സോ മൊത്തത്തിൽ നിങ്ങൾ ആക്റ്റീവ് അധികം ആക്റ്റീവ് അല്ല എല്ലാവരും അല്ലേ? വാട്സപ്പ് ഗ്രൂപ്പിലാണെങ്കിലും. ചിലപ്പോ സ്കൂള് തുറന്നാൽ ശരിയാവുള്ളൂ. എന്തോ സ്കൂളോ ചിലപ്പോ സ്കൂൾ തുറന്ന് എല്ലാവരും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പൊ പിള്ളേരുള്ളതിന്റെ തിരക്കാണ്. ശരിയാണ്. ഓക്കെ, പിള്ളേർക്ക് വെക്കേഷനും അമ്മമാർക്ക് ടെൻഷനുമാണ് ഈ 2 മാസം. ഓക്കെ, സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, സോ താങ്ക് യു ഓൾ. ബൈ. താങ്ക് യു മാം. താങ്ക് യു മാം.